പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സ്നേഹത്തണലിൽ കഴിയുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് തിരുസഭ നമ്മുടെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ, പ്രാർത്ഥനകൾ, സ്നേഹം നേരുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ ബാലിൻ്റെയും അസ്റ്റാർട്ടിൻ്റെയും വിജാതീയ പ്രവാചകന്മാരോട് യുദ്ധം ചെയ്യാൻ ഏലിയ പ്രവാചകൻ പോയ സ്ഥലമാണ് കാർമൽ. വിജാതീയ ആരാധനയുടെ ഉപയോഗശൂന്യതയും സത്യദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയും ദൈവം ഏലിയായിലൂടെ പ്രകടമാക്കി. അത് വിഗ്രഹാരാധനയ്ക്കെതിരായ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വിജയത്തെ പ്രതിനിധീകരിക്കുന്നു. തൽഫലമായി സത്യദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസം വീണ്ടും ഉറപ്പിക്കാൻ ഏലിയ പ്രവാചകൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. അതിനാൽ കർമ്മലമല യഥാർത്ഥ പ്രാർത്ഥനയുടെ ശക്തിയെയും ഒരാളുടെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയ്ക്കുള്ള ആഹ്വാനത്തെയും പ്രതീകപ്പെടുത്തുന്നു. അതിനാൽ തന്നെ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സാന്നിധ്യവും ഈ തിരുനാളിൻ്റെ പ്രത്യേക നിയോഗവും എന്നത് ദൈവത്തിന് എതിരെയുള്ള, ദൈവശക്തിക്ക് എതിരെയുള്ള, നന്മയ്ക്ക് എതിരെയുള്ള, ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെയുള്ള, സർവ്വതിനും എതിരെ നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ വലിയ നിയോഗം പേറുന്ന ആത്മീയ ദൗത്യമാണ്. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ആത്മീയ ക്രമം പാലിക്കുന്നതിനുള്ള സഹായത്തിനായി ഒരു അത്ഭുതകരമായ ദർശനത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഈ ദിവസമാണ് മറിയം പരിശുദ്ധ അമ്മ കാർമൽ പർവ്വതത്തിലെ മാതാവിൻ്റെ കാവി നിറത്തിലുള്ള ഉത്തരീയം വിശുദ്ധ സൈമന് നൽകുകയും ഉത്തരീയ വാഗ്ദത്തം സ്ഥാപിക്കുകയും ചെയ്തത്, അഥവാ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തത്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്ന ഏതൊരാളും നിത്യാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. അത് രക്ഷയുടെ ചിഹ്നമാണ്, അപകട സമയത്ത് ഒരു കവചമാണ്, പ്രത്യേക സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ കാവ്യവസ്ത്രം അധ്വാനത്തിൻ്റെയും താപസ്യത്തിൻ്റെയും തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ തപസ്സിൻ്റെയും അടയാളമാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കർമ്മല മാതാവ് 1322 ജോൺ 22-ാം മാർപ്പാപ്പയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഉത്തരീയം ധരിക്കുന്നവരോട് അമ്മ ഇപ്രകാരം പറയുന്നതായി അരുൾ ചെയ്തു: കൃപയുടെ മാതാവായ ഞാൻ അവരുടെ മരണശേഷം ശനിയാഴ്ച ഇറങ്ങും. ആരെയെങ്കിലും ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കണ്ടെത്തും. ഞാൻ അവരെ നിത്യജീവന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് നയിക്കേണ്ടതിനെ അവരെ സ്വതന്ത്രനാക്കും. ഇതിനെ സബത്തിൻ പ്രിവിലേജ് എന്ന് വിളിച്ചിരുന്നു. സാബത്ത് ദിവസമുള്ള പ്രത്യേക പരിഗണന അഥവാ ആനുകൂല്യമെന്ന്. അതാണ് ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ ദിവസം എന്ന് നാം പരിഗണിക്കുന്നത്, സഭ പരിഗണിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഈ പ്രതീകം ധരിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അത് നാം എപ്പോഴും മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. നമുക്ക് മറിയത്തിൻ്റെ അടുത്തേക്ക് ഓടാം. അവളുടെ കുഞ്ഞുങ്ങളെപ്പോലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവളുടെ കൈകളിലേക്ക് സ്വയം ഇറങ്ങാമെന്ന്. ഈ ഉത്തരീയം ധരിക്കുന്നവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് കാർമൽ പർവ്വതത്തിലെ പരിശുദ്ധ കന്യക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശിക്ഷയുടെ കടബാധ്യതയുള്ള അവർ ഈ ലോകത്തു നിന്ന് കടന്നു പോകുകയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ അവരുടെ താമസവും അവൾ ചുരുക്കും എന്ന്. വിശുദ്ധ കന്യക ചില നിബന്ധനകൾ അവർ പാലിക്കണം എന്ന് പറയുന്നുണ്ട്. 1. കാവി നിറമുള്ള ഉത്തരീയം തുടർച്ചയായി ധരിക്കുക. 2. ജീവിതത്തിൽ ഒരാളുടെ അവസ്ഥ അനുസരിച്ച് പവിത്രത പാലിക്കുക. 3. പരിശുദ്ധ അമ്മയുടെ ചെറിയ ഓഫീസ് പ്രാർത്ഥന ദിവസവും പാരായണം ചെയ്യുക. അല്ലെങ്കിൽ ബുധൻ, ശനി ദിവസങ്ങളിൽ മാംസാഹാരം വർജിച്ചുകൊണ്ട് സഭയുടെ ഉപവാസങ്ങൾ ആചരിക്കുക.
അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അനുമതിയോടെ 5 പതിറ്റാണ്ടുകളായി പരിശുദ്ധ കന്യകയുടെ ഏറ്റവും വിശുദ്ധ ജപമാല, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അനുഗ്രഹത്തോടെ 5 ജപമാല രഹസ്യങ്ങൾ ചൊല്ലുക, അല്ലെങ്കിൽ 5 നന്മ പ്രവർത്തികൾ ചെയ്യുക. 1-ാം ലോക മഹായുദ്ധത്തിൽ പ്രശസ്തനായ ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ നിങ്ങളുടെ ഉത്തരീയം ഭക്തിപൂർവം ചുംബിച്ചാൽ 500 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, താപസത്തിൻ്റെ യുദ്ധമുഖത്ത് ജീവൻ്റെ തിന്മയ്ക്കെതിരെയുള്ള വിജയത്തിൻ്റെ ഈ കർമ്മല അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പിശാചിനെയും നരകത്തെയും തോൽപ്പിച്ച് സ്വർഗത്തിൻ്റെ മക്കളായി തീരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.